മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നും വാഗ്ദത്ത കനാനിലേക്ക് ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയതുപോലെയാണ് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും ദൈവം വിടുവിച്ച് നിത്യതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നടന്ന കാഴ്ച നമുക്ക് ഓരോരുത്തർക്കും നിഴലാണ്. ആ കാഴ്ച നാം കാണണം. ഇന്ന് നാം യാത്ര ചെയ്യുന്നത് വാഗ്ദത്ത കനാനിലേക്ക്, നിത്യതയിലേക്കുള്ള യാത്ര. അത് പൊരുളാണ്. പ്രിയപ്പെട്ടവരെ, ആ യാത്രയെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ മിസ്രൈമിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ച് ഫറവോൻ്റെ കയ്യിൽ നിന്ന് അവരെ ദൈവം നടത്തുകയാണ്. ഒരിടയൻ തൻ്റെ ആടുകളെ നയിക്കുന്നത് പോലെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും അവർക്ക് വഴികാട്ടിയായി ദൈവം മുൻപേ പോവുകയാണ്. ആ യാത്രാവേളയിൽ അവർ ചെങ്കടലിന് മുൻപിൽ വന്നു. ഫറവോൻ അവരെ പിന്തുടർന്നു വന്നു. ഇതൊക്കെ സത്യമാണ്. ഫറവോൻ പറഞ്ഞു, ഞാൻ അവരെ പിന്തുടരും, കൊള്ള പങ്കിടും എന്നൊക്കെ. എന്നാൽ നിങ്ങൾ ആ കാഴ്ച കാണുന്നുണ്ടോ? പിന്തുടർന്നു വന്നവരൊക്കെ ചെങ്കടലിൽ തള്ളപ്പെടുകയാണ്. നിന്നെ പിന്തുടരുമെന്നും കൊള്ള പങ്കിടുമെന്നും പറയുന്നതൊക്കെ ഇന്ന് പ്രബലപ്പെട്ടു നിൽക്കുന്ന പോലെ നിനക്ക് തോന്നിയേക്കാം. എന്നാൽ കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു. അത് നിങ്ങൾ ഏറ്റെടുത്താൽ വലിയ വിടുതലാണ്. ദാവീദ് പാടി, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദൈവം അവനെ നടത്തുന്നത് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പാടി. ഫറവോൻ പിന്തുടരുമെന്നല്ല, ഫറവോൻ കൊള്ള പങ്കിടുമെന്നല്ല, യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അതെ, ഫറവോനല്ല, അവൻ്റെ സൈന്യമല്ല, എന്നെ പിന്തുടരുന്നത് നന്മയും കരുണയുമാണ്. എൻ്റെ ആയുഷ്കാലം മുഴുവനും നന്മയും കരുണയും ഞാൻ കാണും. ആ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ കരുണ അവർ കണ്ടു. ചെങ്കടൽ രണ്ടായി പിളർത്തി വരണ്ട നിലത്തിലൂടെ ദൈവം നടത്തി. കയ്പിൻ്റെ അനുഭവങ്ങൾ വന്നെങ്കിലും മാറായ ദൈവം മധുരമാക്കി. കയ്യെത്തി പിടിക്കാൻ പാകത്തിന് അവർക്ക് കാടപ്പക്ഷി ദൈവം നൽകി. എന്നും രാവിലെ പ്രഭാതത്തിൽ മന്ന നൽകി. പാറയിൽ നിന്ന് വെള്ളം ചാടി പുറപ്പെട്ടു. മരുഭൂമിയിൽ ദൈവം അവരെ നടത്തുമ്പോൾ അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, ചെരുപ്പ് തേഞ്ഞില്ല. അത്ഭുതകരമായ, അതിശയകരമായി അവരെ പിന്തുടർന്നു വന്ന ദൈവത്തിൻ്റെ നന്മകളും കരുണയും നാം അറിയാതെ പോകരുത്. ഇന്ന് പകൽ നിങ്ങൾക്കെതിരെ ശത്രു പ്രബലപ്പെട്ടു നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾ പറയണം, എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്ത് വന്നാൽ അവൻ ഇടറി വീഴും. ദൈവം എൻ്റെ രക്ഷയാണ്, ദൈവം എൻ്റെ വെളിച്ചമാണ്, ദൈവമാണ് എന്നെ നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ പാടും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ യാത്ര പച്ചയായ പുൽപ്പറങ്ങളിലേക്കും സ്വസ്ഥതയുടെ വെള്ളത്തിനരികത്തേക്കുമാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.